എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ 9 മത്തങ്ങ കാണിക്കാൻ പോവാം. ഒരു ചെടിയിലുണ്ടായ 9 മത്തങ്ങ. അതിൽ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇത് 3-മത്തെയാണ്. ആദ്യം കണ്ടത് 2 നല്ല മൂപ്പായതാണ്. 1 ചെടിയിലാണ്, മറ്റൊന്ന് മുറിച്ചെടുത്ത് വീട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇത് ഒരു ബോട്ടിലാക്കി വെച്ചേക്കാണ്, ഒരു ചെറിയ മത്തങ്ങ. 4-മത്തെയാണിത്. ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അത് ബോട്ടിലിൽ കറക്റ്റ് സൈഡിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി അത് ഒരുപാട് വലുതാവാനുണ്ട്, പകുതി വലുപ്പമായിട്ടുള്ളൂ. അപ്പോൾ അത് വലുതായി വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണത്. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കുപ്പി മുറിച്ചെടുക്കേണ്ടി വരും. ഇത് ചെടിയിൽ തന്നെ ഉള്ളതാണ്, 5-മത്തെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ. ഇത് ഓണത്തിന് മുറിക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. ഓണം വളരെ അടുത്ത് 10 ദിവസം കൂടിയല്ലുള്ള, 10-12 ദിവസം. അപ്പോൾ ഏകദേശം ഒരു 90% മൂപ്പായിട്ടുണ്ട്, ഒരു 95 ആയിട്ടുണ്ട്. 5% കൂടി ഉണ്ട്, കഴിഞ്ഞാൽ മുറിച്ചെടുക്കാം. വള്ളി തന്നെ അതിൻ്റെ തൂങ്ങി കിടക്കണം, അതിൻ്റെ ചെടി തന്നെ. ഇത് 6-മത്തെയാണ്. ഇത് ഒരു മാവിൻ്റെ മുകളിലാണ്, ചെറിയൊരു മാവുണ്ട്, അൽഫോൻസ മാവ്. അതിൻ്റെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ചെറുതാണ്. ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ ഇത്തിരി വലുപ്പം തോന്നും, പക്ഷേ അത് ചെറുതാണ്. ഒരു മാസത്തെ വളർച്ചയായിട്ടുള്ളൂ. നമ്മുടെ ഒരു കയ്യിലിരിക്കാവുന്ന വലുപ്പം ഇതിനുള്ളൂ. പക്ഷെ ഇപ്പോൾ ക്ലോസപ്പ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് നല്ല വലുപ്പം കാണും. ഈ മത്തങ്ങ മുഴുത് കൂടാതെ ഒരു 5-6 മത്തങ്ങ ഞാനിതിന് മുമ്പ് ഇതേ ചെടിയിൽ നിന്ന് മുറിച്ച് ഉപയോഗിച്ചിരുന്നു. ഞാനെടുത്തു, എൻ്റെ റിലേറ്റീവ്സിന് കൊടുത്തു, ഫ്രണ്ട്സിന് കൊടുത്തു. ഇതെല്ലാം ഉണ്ടായത് നട്ട് വളർത്തിയതല്ല. ഇതാണ് അടുത്ത്. അതായത് മണ്ണിൽ കിടക്കുകയാണ് താഴെ ഒരു മരത്തിൻ്റെ കടയ്ക്ക്. അതിലെ വള്ളി പാസ് ചെയ്യുന്നുണ്ട്, അവിടെ തന്നെ ഉണ്ടായതാണ്. തൊട്ടപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കിണറാണ്. കിണറിൻ്റെ സൈഡിലാണത്. കിണറിൻ്റെ ആ മരത്തിൻ്റെ ഇടയിലായിട്ടാണ് മത്തങ്ങ. മണ്ണിൽ തന്നെയാണ് കിടക്കുന്നത്. ഇത് 7-മത്തെയാണ്. അപ്പോൾ ഇതിന് മുമ്പ് കുറച്ച് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പം നിലവിൽ അതിൽ 9 എണ്ണം ഉണ്ട്, പല പ്രായത്തിലുള്ളത്, പല സൈസിലുള്ളത്. അതിൽ 7-മത്തെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇനി 2 എണ്ണം കൂടി നമുക്ക് കാണാം. ഇതൊന്ന് 8-മത്തെ. ഇത് അതിൻ്റെ പിന്നിൽ കാണുന്ന മരം ആത്തയാണ്. ആത്തച്ചക്ക ഉണ്ടാവുന്ന മരമാണ്. അതിൻ്റെ മുകളിലാണ് തൂങ്ങിക്കിടക്കുന്നത്. തൊട്ടപ്പുറത്തൊരു തെങ്ങുണ്ട്, ചെറിയ തെങ്ങ്. അതിൻ്റെ വള്ളിയും കാണാൻ നിങ്ങൾക്ക്. അത് തൂങ്ങിക്കിടക്കുകയാണ്. ഞാൻ താഴ്ത്തുന്ന എടുത്താണ്. ഇന്ന് ഈവനിങ് എടുത്താണ്, ഒരു 5 മണിക്ക് ശേഷം. ഇനി നമുക്ക് അവസാനത്തെ കാണാം. അത് വള്ളി വളരെ പൊക്കത്തിലാണ്, ഏറ്റവും പൊക്കത്തിലാണ് അത് കിടക്കുന്നത്. അത് മറ്റൊരു മരം, ഒരു മുള്ളാത്തയുടെ വലിയ മരത്തിൽ പടർന്നു കയറിയതിൻ്റെ മുകളിൽ ഇന്നലെ വിരിഞ്ഞ പൂവാണത്. പൂവിൻ്റെ അടിയിൽ കുഞ്ഞ് കായുണ്ട്, ഒരു പെൺപൂവാണത്. അത് ഒരു മത്തങ്ങയായിട്ട് വരും, കേടുവരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.